See, they are helpless. For example, the international bodies, they are helpless to do the right thing. എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യാൻ അവരെ കൊണ്ട് കഴിയില്ല. അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഇസ്രായേലിന്റെ മേളിൽ ഇങ്ങനെ പ്രഷർ ഇടുക എന്നാണ്. ഇസ്രായേലിൽ പ്രതികരിക്കുന്നതിനായാലും, ഇസ്രായേൽ സിവിലൈസ്ഡ് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഉണ്ട്, ഇസ്രായേലിനുള്ളിൽ പ്രതികരണം, ഇസ്രായേലിന്റെ മേളിൽ പുറത്തുനിന്നുള്ള പ്രഷർ, അകത്തുനിന്നുള്ള പ്രഷർ. ഇത് നോക്കുക, കഴിഞ്ഞ 18 മാസമായിട്ട് ഇതല്ലേ അവസ്ഥ. ഈ പറയുന്ന ഒരുത്തനും പറയുന്നില്ലല്ലോ ഇസ്രായേലിനോട്, പിന്നെ ഹമാസ് നിങ്ങൾ ബന്ദികളെ വിട്ട് അയച്ചു കൊടുക്കും, നിങ്ങൾക്ക് സേഫ് പാസേജ് ഇസ്രായേൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്, നിങ്ങൾ എന്തിനാണ് ജനങ്ങളെ കൊല്ല നടത്തുന്നത്? ഇങ്ങനൊരു വാചകം ആരും പറയുന്നില്ലല്ലോ. ഞാൻ ഇതാണ് ചോദിക്കുന്നത്. ഈ ഇന്റർനാഷണൽ ഈ പറയുന്ന വലിയ ധാർമ്മിക വ്യാപാരികളും ധർമ്മേന്ദ്രകളുമായിട്ട് വേഷം കിട്ടുന്ന ഫ്രാൻസ് ആയാലും, ഈ UK ആയാലും, ജർമ്മനി ആയാലും, ഈ ഇസ്രായേൽ വാർ നിർത്തണം എന്ന് പറയുന്നത്, ഇസ്രായേൽ വാർ നിർത്തണം, നിങ്ങൾ ബന്ദികളെ വിട്ടുകൊടുക്കും. എന്താ ബന്ദികളെ വിട്ടുകൊടുക്കാൻ ഇത്രയും പ്രയാസം? അപ്പം നിങ്ങൾ ഹമാസിന് വേണ്ടിയല്ലേ നിൽക്കുന്നത്? ഹമാസ് പറയുന്ന ഇസ്രായേൽ വാർ നിർത്താന്ന് പറഞ്ഞാൽ അത് ഹമാസിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ്, ഭീകരവാദത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. അന്ന് നടത്തിയ ഒക്ടോബർ 7 പോലെയുള്ള ഇത് നടത്താനും, അതനുസരിച്ച് ആളിനെ തട്ടിക്കൊണ്ടുപോകാനും, അവരെ ബന്ദികളായിട്ട് വെക്കാനും ഒക്കെ നിങ്ങൾ പ്രേരിപ്പിക്കുകയാണ്. യു ആർ എംബോൾഡനിങ് ദ പൊസിഷൻ ഓഫ് ദ ഹമാസ്. ഹമാസിന്റെ പൊസിഷനെയാണ് നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യുന്നത്. എനിക്കതിനകത്തൊരു ന്യായീകരണവും കാണാൻ കഴിയുന്നില്ല. ഇസ്രായേൽ പിന്നെ ഇതേ കണക്ക് അവര് പ്രധാനമന്ത്രിയുടെ തന്നെ പ്രസ്താവനയുണ്ട്, ലോകം മുഴുവൻ എതിരായിരുന്നാലും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും എന്നുള്ള ഒരു ബോധ്യമാണ്. ഇപ്പൊ അമേരിക്ക ഇങ്ങനെ പമ്മി ഇരിക്കുന്നു. എന്താണ് ഈ ഇന്റർനാഷണൽ? ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന യുദ്ധവും ഈ പറയുന്ന അനീതിയും അല്ലെങ്കിൽ ഈ പറയുന്ന കൊളാറ്ററൽ ഡാമേജും ഒക്കെ നടക്കുന്നത് ഗാസ ഈസ് നോട്ട് ദ ഓൺലി പ്ലേസ്. ഗാസയിൽ മാത്രമാണ് ഇങ്ങനെ പ്രശ്നം നടക്കുന്ന ഒരു പ്രതീതി നമുക്കുണ്ടാകും. ഐ റിപ്പീറ്റ്, 110ഓളം കോൺഫ്ലിക്റ്റുകൾ സജീവമായിട്ട് ലോകത്ത് നടക്കുന്നു. അതിൽ 10-40 എണ്ണം വളരെ ആക്റ്റീവാണ്. അതിൽ കഴിഞ്ഞ ഒരു വർഷം 10,000-ലധികം പേര് കൊല്ലപ്പെട്ട 5 എണ്ണം ഉണ്ട്. 5 ആക്റ്റീവ് കോൺഫ്ലിക്ട്സ് ഉണ്ട്. അതിലൊന്ന് മാത്രമാണ് ഗാസ. അതിനേക്കാൾ ആളുകൾ കൊല്ലപ്പെട്ടാണ് യുക്രൈൻ, എത്യോപ്യ, സുഡാൻ, യമൻ. പോഷകാഹാരക്കുറവാണെങ്കിൽ നിങ്ങൾ യമനിലാണ് പോകേണ്ടത്. നിങ്ങൾ ഒരാളും യമനിലെ പോഷകാഹാരക്കുറവിനെ കുറിച്ച് ഒരാളും പറയുന്നില്ല. അവർ ഷീകളായതുകൊണ്ടാണോ, അതോ സൗദി അറേബ്യയും ബഹ്റിനും ഒക്കെ ബോംബിട്ട് തളർന്ന ഒരു സ്ഥലമാണ് യമൻ എന്നുള്ളത് കൊണ്ടാണോ? ഇത് ബേസിക്കലി ഇതൊരു കമ്മ്യൂണൽ അജണ്ടയ്ക്ക് സംഗതി ശരിയാണ്. അവിടെയുള്ള മനുഷ്യരുടെ ദയനീയതയും ദൈന്യതയും അത് അഡ്രസ്സ് ചെയ്യപ്പെടണം, അവർക്കൊരു പരിഹാരം ഉണ്ടാവണം. അത് തീർച്ചയായിട്ടും എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. അതിനകത്ത് ആർക്കും 2 അഭിപ്രായമില്ല. അത് ഇവിടെ മാത്രമല്ല, എവിടെയായാലും യുദ്ധമുഖത്തുള്ള അത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് വീണ്ടും വീണ്ടും പറയാം. ആ ഒരു ഭാഗത്ത് യാതൊരു രീതിയിലുള്ള ഒരു അഭിപ്രായം ആർക്കും ഇല്ല. പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം? ആരാണിത് ചെയ്യുന്നത്? ഹമാസ് തന്നെ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ ഹ്യൂമൻ ഷീൽഡ് ഒരുക്കും, ഹ്യൂമൻ ഷീൽഡാണ്, അത് ഞങ്ങൾക്ക് അഭിമാനമാണ് എന്ന് പറയുന്നത്. അവർക്കെതിരെ ഒരു വാചകം പോലും പറയാതെ അവരുടെ മേലിൽ ഒരു പ്രഷറും നിങ്ങൾക്ക് ചെലുത്താൻ പറ്റുന്നില്ലേ? എന്തുകൊണ്ടാണ് വെറുതെ പോലും ഈ മിത്രാങ്ങിന്റെ പേര് എനിക്കുണ്ട്, മാക്രോണോ മെർസോ എന്ന് പറയുക, നിങ്ങൾ ഹമാസും ഇത് ചെയ്യണം, ഹമാസ് നിങ്ങൾ ബന്ദികളെ വിട്ടുകൊടുക്കുക എന്നുള്ളൊരു വാചകം ആരും ഉന്നയിക്കാത്ത എന്താണെന്ന് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ജർമ്മൻകാരുണ്ട്, ജർമ്മൻ വംശജരുണ്ട്. വൈ ക്യാൻ ദേ സേ ദാറ്റ് സിമ്പിൾ തിങ്, റിലീസ് ദ ഹോസ്റ്റേജസ്? ഒരു നഷ്ടവും ഇല്ലല്ലോ. നാക്കൊന്ന് വളച്ചാ പോരെ? നിങ്ങൾ പറയുന്ന അവർ കേൾക്കണമെന്നില്ല, എന്നാലും നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ? നമ്മുടെ കേരളത്തിലുള്ള ഒരു പത്രവും എന്തുകൊണ്ട് ബന്ദികളെ ഹമാസ് വിട്ടുകൊടുക്കുന്നില്ല എന്ന് ഒരു വാചകം എഴുതുന്നില്ല. ഇത് സോ വൺ വേ ട്രാഫിക്. അതാണ് പ്രശ്നം. പറയോ പറയാതിരിക്കുകയോ അല്ല അവർ കേൾക്കുകയോ അത് വേറെ. എന്നാലും ഒരു ധാർമ്മികത, എന്നാലും അത് ശരിയല്ല. നിങ്ങൾ അതൊന്ന് ചെയ്യൂ. നിങ്ങൾ ഈ ജനങ്ങളെ ഒരുത്തരും പറയുന്നില്ല. എല്ലാവരും പറയും ഇസ്രായേൽ യുദ്ധം നിർത്തണമെന്ന്. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്, ഇസ്രായേൽ ഈസ് ദ ഓൺലി കൺട്രി ഇൻ ദ വേൾഡ് വിച്ച് ഈസ് നോട്ട് അലൗഡ് ടു ഡിഫീറ്റ് ദെയർ എനിമീസ്. They are the only people in this world who are not allowed to fight against or fight back in the same coin. ഇസ്രായേൽ അങ്ങനെ ചെയ്യാൻ പാടില്ല.
ഇസ്രായേൽ അങ്ങനെ ചെയ്യാറ്, സെയിം കോയിനിലൊന്നും ഇസ്രായേൽ ഫൈറ്റ് ബാക്ക് ചെയ്യാറില്ല. ഒരുപാട് ഫാർ ബെറ്റർ ആൻഡ് ഫാർ സിവിലൈസ്ഡ് ആയിട്ട് തന്നെ അവർ ചെയ്യുന്നത്. അതാണ് പലരും പറയുന്നത് ഇസ്രായേൽ IDF നോബൽ സമ്മാനം കൊടുക്കണമെന്ന്.